ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായി ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിലായാലും ടെലിവിഷൻ ചാനലിലായാലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമാണ്. ഈ ഒരു യുദ്ധത്തെക്കുറിച്ച് പല ആളുകളും പല തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരു കൂട്ടം ആളുകൾ ഒരു സ്വപ്നജീവിയെ പോലെയുള്ള അഭിപ്രായം പറയുന്നത് പോലെ കേട്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയി. ഒരു ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് കളിയൊക്കെ കാണുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു ആവേശം ഉണ്ടല്ലോ, അത്തരത്തിലുള്ള ഒരു ആവേശത്തോടു കൂടിയാണ് ഈ ഒരു യുദ്ധത്തിൻ്റെ ജയാപജയങ്ങളെക്കുറിച്ചൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. യുദ്ധം എല്ലാ കാലത്തും മനുഷ്യർക്ക് അവശേഷിപ്പിക്കുന്നത് മഹാവിപത്തുകൾ മാത്രമാണ്, സങ്കടങ്ങൾ മാത്രമാണ്, കരച്ചിലുകൾ മാത്രമാണ്. ഈ ഒരു കാര്യത്തിൽ നമുക്കൊരു സംശയവുമില്ല. കാരണം നമ്മളെ ചരിത്രം പഠിപ്പിക്കുന്നതും നമ്മൾ പഠിച്ചതും അങ്ങനെയാണ്. കുരുക്ഷേത്ര യുദ്ധം മുതൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വരെ അവസാനിപ്പിക്കുന്നത് അല്ലെങ്കിൽ അത് ബാക്കിയാക്കുന്നത് കുറേ നിസ്സഹായരായ മനുഷ്യരുടെ കരച്ചിലുകളും കണ്ണുനീരും നിസ്സഹായാവസ്ഥയും അവരുടെ ദാരിദ്ര്യവും വേദനയും കാത്തിരിപ്പുകളും ഒക്കെ ആണ് എന്നുള്ളതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞതിന് ശേഷം കൗരവരുടെ അമ്മയായിട്ടുള്ള ഗാന്ധാരി കുരുക്ഷേത്ര ഭൂമി സന്ദർശിക്കാൻ പോകുന്ന ഒരു രംഗം ഗാന്ധാരി വിലാപത്തിൽ എഴുത്തച്ഛൻ വർണ്ണിക്കുന്നുണ്ട്. വളരെ തീവ്രതയോടുകൂടി വളരെ വൈകാരികമായിട്ട് തന്നെ നമ്മൾ വളരെ വിഷമത്തോടു കൂടിയും സങ്കടത്തോടു കൂടിയും വായിച്ച് തീർക്കാവുന്ന ഒരു ഭാഗമാണ് ഗാന്ധാരി വിലാപം. ആ ഒരു ഭാഗത്ത് ഗാന്ധാരി കുരുക്ഷേത്ര ഭൂമിയിലേക്ക് എത്തുന്ന സമയത്ത് കാണുന്ന കാഴ്ച ഏതൊരമ്മയ്ക്കും സഹിക്കാൻ കഴിയാത്ത ഒരു കാഴ്ച തന്നെയാണ്. തൻ്റെ മക്കളും പ്രിയപ്പെട്ടവരും പേരക്കുട്ടികളും അടങ്ങുന്ന ഒരു കൂട്ടം മനുഷ്യർ തലയും കൈയും കാലുമറ്റ് ചോരയൊലിപ്പിച്ച് കഴുകനും കാക്കയ്ക്കും ഭക്ഷണമാകുവാനായിട്ട് കിടക്കുന്ന അതിതീവ്രമായിട്ടുള്ള ദുഃഖമനുഭവിപ്പിക്കുന്ന ഒരു കാഴ്ച. ഈ ദുരിതപൂർണമായിട്ടുള്ള കാഴ്ച കണ്ട ഗാന്ധാരി ശ്രീകൃഷ്ണനോട് പറയുന്നുണ്ട്, കൊല്ലാതെ കൊള്ളാഞ്ഞതെന്തവൻ തന്നെ നീ കൊല്ലിക്കയത്രേ നിനക്ക് രസമിടോ, അല്ലലാകുന്നിതേ കണ്ടതോറും ഇനി കൊല്ലായിലും പൊളിയല്ലിതു ദൈവമേ എന്ന് പറയുന്നുണ്ട്. നീ വിചാരിച്ചു കഴിഞ്ഞാൽ, കൃഷ്ണനോട് പറയാണ്, നീ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു യുദ്ധം വേണ്ടെന്ന് വെക്കാമായിരുന്നല്ലോ എന്ന് ഗാന്ധാരി ചോദിക്കുന്നുണ്ട്. ഈ ഒരു വാക്യത്തിലൂടെ എല്ലാ യുദ്ധങ്ങളുടെയും അവസാനം അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കുന്നത് സ്ത്രീകളും കുട്ടികളും തന്നെയാണ് എന്ന് ഗാന്ധാരി പറയാതെ പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് ആ ഒരു വരികളിലൂടെ നമ്മളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഈ യുദ്ധത്തിൻ്റെയൊക്കെ അവസാനം അതിൻ്റെ ഫലം എന്ന വണ്ണം ഇവിടെയുള്ള സ്ത്രീകളും കുട്ടികളും അനുഭവിക്കുന്ന ദുരിതപൂർണമായ ജീവിതത്തെക്കുറിച്ച് നമ്മളാരും ബോധവാന്മാരാകാറില്ല. അഭിപ്രായം പറയുന്നവരും ആവേശം കൊള്ളുന്നവരുമൊക്കെ യുദ്ധം അവസാനിച്ച് സാധാരണ ജീവിതത്തിലേക്ക് കടന്ന് കഴിയുമ്പോഴും ഈ പറയുന്ന മനുഷ്യർ വളരെ നിസ്സഹായരായി തങ്ങളെ പോറ്റി വളർത്തിയിരുന്ന പിതാക്കന്മാരില്ലാതെ അച്ഛനില്ലാത്ത മക്കളായി, ഭർത്താവില്ലാത്ത ഭാര്യയായി, മക്കളില്ലാത്ത അമ്മമാരായി തെരുവിൽ അലഞ്ഞ് നടക്കേണ്ട ഒരവസ്ഥയിലേക്ക് അവരുടെ ജീവിതം മാറി മറിയാറുണ്ട്. ജീവിക്കുകയാണോ വേണ്ടത് മരിക്കുകയാണോ വേണ്ടതെന്നറിയാത്ത വല്ലാത്തൊരു ദുരിതാവസ്ഥയാണ് അവരുടെ ജീവിതത്തിന് പിന്നീടുണ്ടാകുന്നത്. ഈ ഒരു കാര്യം കൃത്യമായിട്ട് പ്രശസ്തനായിട്ടുള്ള ഫലസ്തീൻ കവിയായ മഹ്മൂദ് ദർവീഷി അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ പറയുന്നുണ്ട്. യുദ്ധം അവസാനിക്കും, നേതാക്കൾ കൈകൊടുക്കും, ഒരു വൃദ്ധ രക്തസാക്ഷിയായ മകനു വേണ്ടി കാത്തിരിക്കും, ഒരു പെൺകുട്ടി പ്രിയപ്പെട്ട ഭർത്താവിനു വേണ്ടി കാത്തിരിക്കും, കുഞ്ഞുങ്ങൾ അവരുടെ നായകനായ അച്ഛനു വേണ്ടി കാത്തിരിക്കും. ആരാണ് നമ്മുടെ നാട് വിറ്റതെന്ന് എനിക്കറിയില്ല, എന്നാൽ ആരാണ് അതിന് വില നൽകിയെന്ന് എനിക്കറിയാം. ഇങ്ങനെയാണ് ആ ഒരു കവിത. എല്ലാ യുദ്ധങ്ങളുടെയും അവസാനം എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ ദുരിതങ്ങളും നേരിട്ടോ പ്രത്യക്ഷമായോ അല്ലാതെയോ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണെന്ന ഒരു കാര്യം നമ്മൾ വിസ്മരിച്ചുകൂടാ എന്ന് മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുന്നു.